ഹലോ കൂട്ടുകാരെ, കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ മസാല റൈസാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മസാല റൈസ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യമേ തന്നെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു ചുവട് കട്ടിയുള്ള പാത്രം വയ്ക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, ഒരു സ്റ്റാറിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം, ഒരു ഏലക്ക, കുറച്ച് കുരുമുളക്, കുറച്ച് ജീരകം, എന്താണെന്ന് വെച്ചാൽ വലിയ ജീരകം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വാട്ടിയെടുക്കുക. സവാളയൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർത്ത് കൊടുത്താൽ നമുക്ക് കുത്തൽ ചുവ വരും, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അരിഞ്ഞ് ചേർത്താലും മതി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി, ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കുക. അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നമ്മൾ വെന്ത് വരുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തക്കാളിക്ക് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനുശേഷം കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് ചിക്കൻ മസാലയോ ഗരം മസാലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഇല്ലെങ്കിൽ ബിരിയാണി മസാലയോ എന്തെങ്കിലും ഒരു മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിപ്പോൾ ചോറ് ഇവിടെ വേവിച്ചിരിക്കുന്നത് ഉപ്പിട്ടിട്ടാണ്. നമുക്കിതിനകത്തേക്ക് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പൊന്നിയരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് വേണമെങ്കിൽ ഉപയോഗിക്കാം, വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊന്നിയരിയാണ് എടുത്തിരിക്കുന്നത്, ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബസ്മതി റൈസ് ആണെങ്കിലും വളരെ ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ ആ മസാലയൊക്കെ നമ്മുടെ ചോറിനകത്തോട്ടൊന്ന് മിക്സ് ആകുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കട്ടയില്ലാതെ യോജിപ്പിച്ചെടുക്കുക. ഇവിടെ മസാലയൊക്കെ നല്ലതുപോലെ നമ്മുടെ ചോറിലായിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് ലാസ്റ്റ് ഇതിലേക്ക് മല്ലിയിലയും കൂടി നമുക്ക് വിളമ്പാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം. അല്ലാതെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു വിഭവം. ഇതിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. ഒരു പപ്പടം ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഫീഡ്ബാക്ക് ഇടണം കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.